യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നുള്ള ബൈബിൾ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാമിലേക്ക് വന്ദനം. വേദപുസ്തകം ലളിതമായി, ശാന്തമായി, വ്യക്തമായി, ആധികാരികമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല അവസരമാണ്. ഒരു സഭയുടെയോ സംഘടനയുടെയോ ആഭിമുഖ്യത്തിലോ സമ്മർദ്ദത്തിലോ അല്ല ഈ പ്രോഗ്രാം നടക്കുന്നത്. മനുഷ്യന് ദൈവത്തെ അറിയാനും സ്വതന്ത്രമായി ദൈവവചനമായ ബൈബിൾ പഠിക്കാനും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. തുടർച്ചയായി കേൾക്കുന്ന ആളുകൾക്ക് പ്രത്യേകം വന്ദനം. നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് 106-ാമത്തെ പേജിൽ നിന്ന് ആരംഭിക്കുന്നു. യോഹന്നാൻ 11:45-46. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനാൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് വ്യാഖ്യാനിച്ചു തരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ജ്ഞാനവും ശക്തിയും തരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ലാസർ എന്ന മനുഷ്യൻ മരിക്കുന്നു. യേശു ആ വീട്ടിൽ വരുന്നു. 4 ദിവസം കഴിഞ്ഞ് ആ ഡെഡ് ബോഡി വെച്ച സ്ഥലത്ത് ചെന്ന് യേശു പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ശവക്കുഴിയിൽ നിന്ന് പുറത്തു വരുത്തി. അവൻ ജീവിച്ചു. അവൻ ജീവനോടെ പുറത്തു വന്നു. ഈ മഹാസംഭവം വരുത്തിയ ചലനങ്ങൾ, ഈ മഹാസംഭവത്തോട് വ്യക്തികൾ നടത്തിയ 3 പ്രതികരണമാണ് ഇനിയും ഇവിടെ കാണുന്നത്. ഈ അധ്യായത്തിൽ ഇനിയും ഉള്ളത് അതാണ്. ഏത് നല്ല കാര്യത്തിനും ആളുകളുടെ പ്രതികരണം ബഹുവിധമായിരിക്കും. പലതരത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വിശദീകരിക്കാം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ മരണവീടാണ്. അതും പെട്ടെന്നുണ്ടായ മരണമായതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും യേശുവിൽ വിശ്വസിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കൂടിയൊരു സംഭവം എന്താ നടക്കേണ്ടത്? എൻ്റെ ഒരു സുഹൃത്തിന് രോഗം ബാധിച്ച് ഹോപ്പ്ലെസ് ആയിട്ട് അത്യാസന നിലയിൽ രക്ഷയില്ലാതെന്ന് പറഞ്ഞ് കിടന്നു. ഞങ്ങൾ അല്ലെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ അയൽവാസികൾ പറഞ്ഞു, ഈ വ്യക്തി ഇനിയും എഴുന്നേറ്റാൽ ഞങ്ങളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? 3 മാസത്തിന് ശേഷം ആ വ്യക്തി എഴുന്നേറ്റ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ഈ പറഞ്ഞവരാരും വിശ്വസിച്ചില്ല. അപ്പം ഈ പറയുന്നതിലൊന്നും കഥയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നോക്കൂ, മരിച്ച് 4 നാളായ ലാസർ ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കണ്ടേ? എന്നിട്ട് ആളുകൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? നോക്കൂ, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. 46-ാം വാക്യം. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവനോട് അറിയിച്ചു. പലർ, ചിലർ എന്ന വാക്കുകൾ കണ്ടല്ലോ. പലർ, ചിലർ. അപ്പം അവിടെ വന്ന ഗ്രൂപ്പ് 2ആയി. പലര് വിശ്വസിച്ചു, ചിലര് ഒറ്റിക്കൊടുത്തു. എന്നാ ചിലർ ഇതും കൊണ്ട് നേരെ പരീശന്മാരുടെ അടുത്ത് പോയി. പരീശന്മാർ ആരാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയാം. യഹൂദ സമുദായത്തിലെ നവീകരണ വിഭാഗം. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ മത തീവ്രവാദികളാണ് അവർ. യഹൂദ മതത്തിന് വേണ്ടി മരിക്കുന്നവരും കൊല്ലുന്നവരുമാണ് അവർ. യഹൂദ മതത്തിന് വേണ്ടി സ്വയം മരിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്നവരാണ് ഈ പരീശന്മാർ. അവരോട് എന്ന് പറഞ്ഞു, യേശു എന്നൊരു മനുഷ്യൻ എന്തൊക്കെയോ അത്ഭുതങ്ങൾ ചെയ്ത് ജനത്തെ വശത്താക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്തു. ഇതാണ് ലാസർ ഉയർത്തതിലൂടെ സമൂഹത്തിൽ വന്ന പ്രതികരണങ്ങൾ, മാറ്റങ്ങൾ നോക്കുക. കുറേ അധികം ആളുകൾ യേശുവിൽ വിശ്വസിച്ചു. ഒരു കൂട്ടർ ഇത് പോയി പരീശന്മാരോട് പറഞ്ഞു. പരീശന്മാരെന്ത് ചെയ്തു?
പരീശന്മാർ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഉയർപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കൊലപാതകത്തിനുള്ള ഒരുക്കമാണ് സമൂഹത്തിൽ നടക്കുന്നത്. നാം ജീവിക്കുന്ന ലോകം അനീതിയുടെ കേളീരംഗമായി തീർന്നിരിക്കുന്നു. മരിച്ചുപോയ യൗവനക്കാരനെ ഉയർപ്പിച്ച് യേശുവിനെ കൊല്ലാനാണ് തീരുമാനം. ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഭയങ്കര ദുഃഖകരമായ ചില വാചകങ്ങളോടുകൂടിയാണ്. മരിച്ച് 4 നാളായ മനുഷ്യനെ ശവക്കുഴിയിൽ നിന്ന് വലിച്ച് പുറത്തു കൊണ്ടുവന്ന യേശുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് തീരുമാനിക്കുകയാണ് ഈ അധ്യായത്തിൽ. നോക്കൂ, വാക്യം 47. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അപ്പം പരീശന്മാരുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടി. പരീശന്മാർ ആലോചിക്കാൻ വിളിച്ചുകൂട്ടി, നാം എന്താ ചെയ്യുക? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ, അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായി. 3 പ്രതികരണമെന്ന് ഞാൻ പറഞ്ഞത്. 1, കുറേ ആളുകൾ വിശ്വസിച്ചു. 2, കുറേ ആളുകൾ ഇതൊരു ചർച്ചയ്ക്ക് പോയി പരീശന്മാരുടെ അടുക്കൽ പറഞ്ഞു. പരീശന്മാർ കൂട്ടം കൂടി തീരുമാനിച്ചു, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ആളുകളെല്ലാം ഇവനിൽ വിശ്വസിക്കും, അതുകൊണ്ട് ഇത് തടയണം എന്ന് അവർ തീരുമാനിച്ചു. ഞാൻ തുടർന്നുള്ള ഭാഗം വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 49 മുതൽ. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ, അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചുപോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ഈ വാചകത്തിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാം. സഭയുടെ മേലധ്യക്ഷനായ മഹാപുരോഹിതൻ സഭ്യമായ ഭാഷയിൽ, ആ സാധാരണക്കാർക്ക് പിടികിട്ടാത്ത ഭാഷയിൽ മാന്യമായിട്ട് അവതരിപ്പിക്കുകയാണ്, കൊലപാതകമല്ലാതെ ഈ വിഷയത്തിന് പരിഹാരം ഇല്ലെന്ന്. അപ്പം യേശുവിനെ കൊല്ലാൻ മൗന അനുവാദം കൊടുക്കുകയാണ് മഹാപുരോഹിതൻ. ഉണ്ടോ? മതനേതാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് മുൻകൈ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അയാൾ പതുക്കെ പച്ചക്കൊടി കാണിച്ചു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നത് പ്രവചിച്ചതത്രേ. പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതുകയാണ്, അവൻ അങ്ങനെ ചെയ്തെങ്കിലും യേശുവിൻ്റെ മരണം ജനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള പ്രവചനം അതിനകത്തുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ടാണ് ബൈബിൾ കാണുന്നത്. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിന് തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു. വാക്യം 53. അന്നു മുതൽ അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു. ലാസർ ഉയർത്ത അന്നു മുതൽ യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ ആലോചിച്ചു. മരണവും ഉയർപ്പും മരണവും. ലാസറിന്റെ മരണം, ലാസറിന്റെ ഉയർപ്പ്, യേശുവിന്റെ മരണം. ലാസർ മരിച്ചു, യേശു വന്ന് ലാസറിനെ ഉയർപ്പിച്ചു, ഉടനെ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. മരണം ഒരിക്കലും മാറുന്നില്ല, അല്ലേ? എന്നാൽ മരണത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് യേശുവിൻ്റെ മരണം. അങ്ങനെ അതിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ അതിനെ രൂപഭേദം വരുത്തുവാൻ ദൈവം തീരുമാനിച്ചു. എങ്കിലും മാനുഷികമായി ഒരു നല്ല പാഠം പഠിക്കണം. ഒരു ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്നു വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പ്രവൃത്തി ഒരാൾ ചെയ്തു. ആ ആളെ കൊല്ലണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇത് മറക്കരുത്. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു ദൈവാലയത്തിൽ നിന്നുകൊണ്ട്
എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തു. ഇതാണ് 11-ാം അധ്യായത്തിന്റെ അവസാനം. പെരുന്നാൾ സ്ഥലത്ത് വെച്ച് പിടിക്കുകയാണെങ്കിൽ അങ്ങനെ പിടിക്കണം, ഇല്ലെങ്കിൽ അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് വിവരം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഒരു ഗൂഢസംഘത്തെ പരീശന്മാർ ചുമതലപ്പെടുത്തി യേശുവിനെ വകവരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ 11-ാം അധ്യായത്തോട് നാം ഇപ്പോൾ വിട പറയുന്നു. 11-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്ത, മറിയ, ലാസർ. യേശു ഇവരെ വളരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവരുടെ വീട്ടിലൊരു മരണമുണ്ടായി. അത് ഭയങ്കര ദുഃഖമായിരുന്നു. യേശു അവിടെ വന്നു. അവരുടെ സങ്കടത്തിൽ അവരെ സഹായിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം എന്താണെന്ന് പറഞ്ഞു, ഉയർപ്പ് എന്താണെന്ന് യേശു പറഞ്ഞു, ന്യായവിധി എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. എന്നാൽ കണ്ടുനിന്ന ആളുകൾ 3 തരത്തിലുള്ള ആളുകളായിരുന്നു. ഒരു കൂട്ടർ കണ്ണടച്ച് യേശുവിനെ വിശ്വസിച്ചു. വേറൊരു കൂട്ടര് യേശുവിനെ വിശ്വസിക്കാത്തവരുടെ അടുക്കൽ ചെന്ന് റിപ്പോർട്ട് കൊടുത്തു. 3 യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇങ്ങനെ 3 പ്രതികരണമാണ് ഈ നല്ല സംഭവത്തിന് ലഭിച്ചത്. ഞാനൊരു ഗുണപാഠം പറയാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു. അവിടെയുള്ള എല്ലാവരും അതിനെ നിങ്ങൾ കാണുന്ന അതേ അർത്ഥത്തിൽ കാണും എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഒരു തൊഴിൽ സ്ഥാപനത്തിൽ, ഒരു ബസ്സിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ട്രെയിനിൽ, ഒരു പ്ലെയിനിൽ, ഒരു ബാത്റൂമിൽ പോലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്താൽ അതിനെ അതേ അർത്ഥത്തിൽ എല്ലാവരും കാണും എന്ന് ധരിക്കേണ്ട. എന്തിനാ ഇത് പറയുന്നതെന്ന് പറയാം. നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ അത് നല്ലതാണ് എന്നൊരു ബോധ്യമുണ്ടായാൽ മതി. ആളുകൾ അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ നിരാശ വരും. ഏതൊരു പ്രവൃത്തിയിൽ നിന്നും നിരാശ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയെ കണ്ടീഷൻ ചെയ്താൽ മതി. വിശദീകരിക്കാം. ഉദാഹരണത്തിന്, റോഡിൽ നിങ്ങൾ പോകുമ്പോൾ, നടന്നു പോകുന്ന റോഡിൽ ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു. അത് എല്ലാവരും കണ്ടിട്ട് കടന്നുപോയി. നിങ്ങൾ അത് എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾ ചെയ്തതൊരു നല്ല കാര്യമാണെന്ന് കണ്ടു നിൽക്കുന്നവർ പറയും എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അത് ചെയ്തത് നല്ല കാര്യമാണെന്ന് നിങ്ങളുടെ മനസാക്ഷിക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുക. ഈ ഭൂമിയിൽ ഏത് നല്ല കാര്യത്തിനും നിങ്ങൾ കാണുന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കരുത് എന്നൊരു പാഠം ഇവിടെ സിമ്പിളായിട്ട് മറഞ്ഞു കിടക്കുക. യേശു ചെയ്തതിലേക്കും നല്ലതും വലിയതുമായ പ്രവൃത്തി. മാർത്തയും മറിയയും സന്തോഷം കൊണ്ട് വാവിട്ട് കരയുകയാണ് അവരുടെ ആങ്ങളെ തിരിച്ചു കിട്ടിയപ്പോൾ. പക്ഷെ കണ്ടുനിന്ന ആളുകളിൽ ഒരു ഗ്രൂപ്പ് അസൂയ കൊണ്ട് നിറഞ്ഞു. ഈ ഒരു പാഠം ഉൾക്കൊണ്ടാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്പം കൂടി എളുപ്പമുണ്ട്. എന്തിനേറെ ഭവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഭവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അതിനെ ആ അർത്ഥത്തിൽ എടുക്കാതിരുന്ന എത്രയോ ദുഃഖകഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭക്ഷണം പോലും വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്തിട്ട് മക്കൾ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതിരുന്നതിന്റെ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ സംതൃപ്തി കിട്ടണം, നിരാശ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷകളെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കണം. അതായത് ആളുകൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം എന്ന് നീ പ്രതീക്ഷിച്ചാൽ നിനക്ക് നിരാശ ഉണ്ടാകും. എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതെന്റെ മനസാക്ഷിയുടെ പ്രശ്നമാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ അത് ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ചെയ്യുന്നത്. ബൈബിൾ പ്രഭാഷണം മാത്രമല്ല, ബൈബിൾ പ്രഭാഷണം മാത്രമല്ല, ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറുമ്പോൾ അത് വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നത്, അതൊന്ന് വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുന്നത്
വേറെ ആരും എന്നെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ ഞാൻ ചെയ്യരുത്. ഏത് പ്രവൃത്തിക്കും അദൃശ്യമായ ഒരു കണ്ണ് എന്നെ കാണുന്നു എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. ഈ പ്രതികരണമൊന്നും യേശുവിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ കാരണം. നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ. ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല പ്രവൃത്തി യേശു ചെയ്തു. അതാണ് യോഹന്നാൻ 11. എന്നാൽ അത് അവസാനിപ്പിക്കുമ്പോൾ അത് ചെയ്തവനെ കൊല്ലണമെന്ന തീരുമാനത്തിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം, അധികം നല്ലതൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. നല്ലത് ചെയ്യുന്നവർക്കല്ലേ ഈ ദോഷമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കൈയിട്ട് വരുവോ കട്ട് തിന്നുവോ എന്നൊക്കെ അല്ലേ നല്ലത് എന്ന ഒരു ചിന്ത വേണേലും വരാം. പക്ഷെ യേശു അതുകൊണ്ട് അന്ന് തൊട്ട് നന്മ അവസാനിപ്പിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പ്രതികരണം കാരണം ഇനി ഞാനൊരു നന്മയും ചെയ്യുന്നില്ല, ഇനി ഞാൻ എന്തെങ്കിലും കൊള്ള ചെയ്യാൻ പോവുകയാണ് എന്നല്ല യേശു തീരുമാനിച്ചത്. യേശു അധികം നന്മയിലേക്ക് പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലളിതമായി ഞാൻ ചോദിക്കട്ടെ, നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ശക്തി കൂടുതൽ? നന്മയ്ക്കാണ് ശക്തി കൂടുതൽ. തിന്മയ്ക്ക് ശക്തി കൂടുതലാണെന്ന് തോന്നും. അതൊരു താൽക്കാലിക ജയമേ ഉള്ളൂ, തിന്മയുടെ ജയം. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും തെളിയിക്കാം. എന്നാൽ ഞാൻ ബൈബിളിൽ നിന്ന് മാത്രം പറയാം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുള് വെളിച്ചത്തെ തോൽപ്പിക്കയില്ല. ബൈബിളിലെ വാക്യമാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് തോന്നും ഇരുട്ടിനാ പവർ കൂടുതലെന്ന്. കാരണം പകല് നമുക്ക് റോഡേ പോകുമ്പോൾ ഒരു പ്രയാസവും ഇല്ല, രാത്രി എന്ത് ബുദ്ധിമുട്ടാ. ഇരുട്ട് ഭയങ്കര പവറല്ലേ. പക്ഷേ വെളിച്ചത്തിനാണ് പവർ. ഇരുട്ടിന് വെളിച്ചത്തെ തോൽപ്പിക്കാൻ പറ്റിയല്ല, പക്ഷെ വെളിച്ചത്തിന് ഇരുട്ടിനെ തോൽപ്പിക്കാൻ പറ്റും. തിന്മയ്ക്ക് നന്മയെ തകർക്കാൻ പറ്റിയല്ല, നന്മയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ അധ്യായം നമുക്ക് തരുന്ന മനോഹരമായ ലെസൺ. യേശു വധിക്കപ്പെടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സമൂഹം, യേശുവിനെ കൊല്ലുവാനുള്ള തീരുമാനത്തിലേക്ക് സമൂഹം വന്നിരിക്കുന്നു. ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്. ഒരുപക്ഷെ ഈ ചിന്ത ഞാൻ പറയുമ്പോൾ നന്മ ചെയ്തിട്ട് ദുഃഖിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? നന്മ ചെയ്തിട്ട് വേദന അനുഭവിക്കുന്നവർ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച്, മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിച്ചിട്ട് അത് നിമിത്തം വേദന അനുഭവിക്കുന്നവർ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, നന്മ നിർത്തരുത്. ഇന്ന് ആ ചിന്ത നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഞാൻ ഒരു ഭാഗം കൂടെ ഇതിനോട് ചേർത്ത് കാണിച്ചു തരാം. 6-ാം അധ്യായം, പേജ് നമ്പർ 196. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവത്തെ പരിഹസിക്കരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. എന്താ അത്രയും പച്ചയ്ക്ക് എഴുതിയിരിക്കുന്നേ? മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ഞാൻ ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യുകയില്ല. ഞാൻ പയറ് വിതച്ചിട്ട് കുരുമുളക് പെറുക്കത്തില്ല. ഞാൻ വിതച്ചതേ കൊയ്യും. വിതച്ചത് കൊയ്യും, വിതയ്ക്കാത്തത് കൊയ്യുകയില്ല, വിതച്ചത് കൊയ്യാതെയും ഇരിക്കില്ല. ദൈവത്തെ പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? കൊയ്ത്തു വൈകുന്നത് കാരണം എന്തും ചെയ്യാമെന്ന ധാരണയിൽ ആളുകൾ നീങ്ങുക, തിന്മ തന്നെ വിതയ്ക്കുക, ദൈവത്തെ കളിയാക്കുക. ദൈവം എവിടെ? ദൈവം എവിടെ? ദൈവമുണ്ടോ? ദൈവം എന്താ ഇതൊന്നും കാണുന്നില്ലേ? അപ്പൊ തിന്മ പിന്നെയും പിന്നെയും ചെയ്യുന്നത് ദൈവത്തെ കളിയാക്കുക. കൊയ്ത്തു വൈകുന്നു, അതുകൊണ്ടാണ്.
പക്ഷെ നീ വിതച്ചതെല്ലാം അവിടെ ഉണ്ട്. അത് കൊയ്യുന്ന സമയം വരുമ്പം കാണാം. ഇത് പ്രകൃതിയുടെ നിയമമാണ്, നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ പല വിത്തിനും പല ടൈമിങ്ങാണ്. വാഴ വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ കൊല വെട്ടാമായിരിക്കും. പക്ഷെ തെങ്ങ് വെച്ചാൽ എൻ്റെ ശരിയായ റിസൾട്ട് കാണണേ ഒരു 10-20 കൊല്ലം ഒക്കെ ആവണം. റബ്ബർ വെച്ചാൽ 5-6 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ പ്രയോജനം കിട്ടും. അപ്പം വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കാലം കാത്തിരിക്കണം നല്ലൊരു കൊയ്ത്ത് കാണണമെങ്കിൽ. ഞാൻ വിശദീകരിക്കാം. ഈട്ടി എന്ന മരം നട്ടാൽ 100 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കൊരു തടി കാണാൻ പറ്റുള്ളൂ. എന്നാൽ വട്ട എന്ന് പറയുന്ന പാഴുതടി നട്ടാൽ നിങ്ങൾക്ക് 3 കൊല്ലം കഴിയുമ്പോൾ വെട്ടാം. പക്ഷേ പാഴുതടി നട്ടേച്ച് ഈട്ടി വെട്ടാൻ ആഗ്രഹിക്കരുത്. ഈട്ടിത്തൈ നട്ടേച്ച് നാളെ തന്നെ വെട്ടാനും ആഗ്രഹിക്കരുത്. ഇതാണ് ഇതിന്റെ പ്രശ്നം. മനുഷ്യന്റെ പ്രതികരണങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാവുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യന്റെ പ്രതികരണം നിമിത്തം മനസ്സുമെടുത്ത് കൈ പുറകോട്ട് വലിച്ചു നിൽക്കുന്നുണ്ടോ? പാടില്ല. ഈ സമൂഹത്തിൽ ആരൊക്കെയോ കുറെ നന്മ ചെയ്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ പ്രതിഫലം നോക്കാതെ, പ്രതികരണം നോക്കാതെ, പ്രോത്സാഹനം നോക്കാതെ, അംഗീകാരം നോക്കാതെ കുറെ നന്മ ആരൊക്കെയോ വാരി വിതറിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സമാധാനമായിട്ട് ജീവിക്കുന്നത്. ധാരാളം തിന്മ ഈ അന്തരീക്ഷത്തിലേക്ക് ആളുകൾ തള്ളിവിടുന്നുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ നന്മ ആരൊക്കെയോ വാരി എറിഞ്ഞിട്ടുണ്ട്. ഈ അക്ഷരമൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്നത്, ഈ വിദ്യുച്ഛക്തി, ഈ കറണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത് നന്മ ആരോ എറിഞ്ഞതുകൊണ്ടാണ്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു നോബൽ സമ്മാനോ വല്ലതും മരിച്ചു കഴിഞ്ഞ് കിട്ടുമായിരിക്കും. പക്ഷെ അവരവരുടെ ജീവിതം ഉരുക്കി ഒഴുക്കിയപ്പോഴാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അവർക്കൊരു പ്രതിഫലമൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തോ പ്രതിഫലമാണ് കിട്ടിയത്? ഒരു പ്രതിഫലവും കിട്ടിയില്ല. പക്ഷെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഉരുകുകയായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഫലം നോക്കാതെ, പ്രതികരണം നോക്കാതെ, അംഗീകാരം നോക്കാതെ നന്മ വാരി എറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സമാധാനമായിട്ട് അനുഭവിക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെന്നും അത് കറങ്ങുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ ആൾക്ക് എന്തോ കിട്ടി? അത് പറഞ്ഞ ആളെ ക്രൂരമായി പീഡിപ്പിക്കുകയല്ലേ ഈ സമൂഹം ചെയ്തത്? എന്തിനേറെ ഈ ബൈബിൾ തർജ്ജമ ചെയ്തവരെ എന്താ ചെയ്തേ? ഈ ബൈബിൾ മൂലഭാഷയിൽ തന്നെ ഇരിക്കണം, സാധാരണക്കാരൻ വായിക്കരുതെന്ന് ആര് വിചാരിച്ചു? ആദിമകാല ക്രൈസ്തവ സമൂഹ നേതാക്കന്മാർ വിചാരിച്ചു. എന്നാൽ ആരോ ഇതിനു വേണ്ടി ഒരു പ്രതിഫലവും കിട്ടാതെ, ഒരു അംഗീകാരം കിട്ടാതെ, ശിക്ഷ കിട്ടിയിട്ടും നന്മ ചെയ്തുകൊണ്ടിരുന്നു. അവരിത് കഷ്ടപ്പെട്ട് തർജ്ജമ ചെയ്തു തന്നു. പ്രതികരണം നോക്കിയാൽ നന്മ ചെയ്യാൻ പറ്റില്ല. ഒരു ദൂത്, ഒരു മെസ്സേജ് ഈ അധ്യായം വിടുമ്പോൾ തീർത്തു പറയട്ടെ, പ്രതികരണം നോക്കിയാൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. മനസാക്ഷി നോക്കി പ്രവർത്തിച്ചുകൊള്ളുക, ദൈവത്തെ ഓർത്ത് പ്രവർത്തിച്ചുകൊള്ളുക. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നീ വിതച്ചതേ നീ കൊയ്യുള്ളൂ. നീ വിതച്ചത് നീ കൊയ്യാതെ പറ്റില്ല. നീ വിതയ്ക്കാത്തത് നിനക്ക് കൊയ്യേണ്ടിയും വരില്ല. നോക്കൂ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. യോഹന്നാൻ 11 ഉലകം കണ്ടതിൽ ഏറ്റവും വലിയ നന്മ ചെയ്തു. ഒരു ഗ്രൂപ്പ് ആളുകൾ സന്തോഷിവിനെ വിശ്വസിച്ചു, നന്ദി പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ആളുകൾ ഇത് പോയി വേറെ ചിലരോട് പറഞ്ഞ് വിമർശനം ഉണ്ടാക്കി.